എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി, അപ്പോൾ ആ ഒരു സെയിം മിസ്റ്റേക്ക് നിങ്ങളും റിപ്പീറ്റ് ചെയ്യരുതല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഹായ് ഹലോ വ്യൂവേഴ്സ്, ഞാൻ അരീബ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനലിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ പറ്റിയാൽ ഞാൻ എപ്പോഴും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. കാരണം എന്താ വെച്ചാൽ സെയിം മിസ്റ്റേക്ക് നിങ്ങളുടെ സൈഡിൽ നിന്നും വരരുത്. കാരണം നമ്മളെല്ലാവരും വളരെ കഷ്ടപ്പെട്ടിട്ടാണല്ലേ ചാനലൊക്കെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. അതിൻ്റെ ഇടയ്ക്കായിരിക്കും നമുക്ക് യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന് ഓരോ തിരിച്ചടികൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ എനിക്കൊരു ചെറിയൊരു പണി കിട്ടി. അപ്പോൾ ആ ഒരു പണിയിൽ നിന്ന് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് അടുത്ത ആൾക്ക് പറഞ്ഞു തന്നെ അല്ലേ. ഒന്ന്, എനിക്കിവിടെ പോസ്റ്റ് ചെയ്യാൻ ഒരു വീഡിയോ കിട്ടും. രണ്ടാമത്, ഒരുപാട് ആൾക്ക് ഇത് ഉപകാരപ്രദമാവും. കാരണം വളരെ കഷ്ടപ്പെട്ട് ബൂസ്റ്റ് ചെയ്ത് ചാനലൊക്കെ സെറ്റ് ചെയ്ത് വരുന്നവർക്ക് ഇത്തരത്തിലുള്ള പുതിയ യൂട്യൂബേഴ്സിന് കിട്ടാം. സാധാരണ വീട്ടമ്മമാരൊക്കെ ഉണ്ടാവും യൂട്യൂബ് പ്ലാറ്റ്ഫോമിലോട്ട് കടന്നു വന്നവർ. അവർക്ക് ഒരു പക്ഷേ എന്നെ പോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അറിയത്തുണ്ടായിരിക്കില്ല. അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്രദമാവും കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു പോയിന്റ് ഇവിടെ വീഡിയോ ആക്കിയിട്ട് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്താ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പെരുന്നാൾ ദിവസം ഞാനൊരു പെരുന്നാളിൻ്റെ ബ്യൂട്ടിഫുൾ വ്ളോഗ് ചെയ്തു കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അത്രയും നല്ലൊരു വ്ളോഗ് ചെയ്യുന്നത്. കാരണം ഇതിന് മുന്നേ നിങ്ങൾ ഇട്ടിട്ടുള്ള വ്ളോഗൊക്കെ കണ്ടിട്ടുണ്ട്. വളരെ കുറച്ച് എന്താ പറയുക, 10 മിനിറ്റ് 15 മിനിറ്റ് ഇങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ കൂടുതൽ എനിക്ക് എല്ലാം കാണിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. കാരണം എൻ്റെ ടു പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ എൻ്റെ ഫാമിലിയെ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണിക്കാനും വീടൊക്കെ കാണിക്കാനും എനിക്ക് കുറച്ച് പേഴ്സണലി കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനത്തെ ഒരു കൂട്ടത്തിലാണ് ഞാൻ. പക്ഷേ കുറച്ചുകൂടെയൊക്കെ ഫാമിലിനൊക്കെ ഉൾപ്പെടുത്താൻ മാക്സിമം ശ്രമിച്ച്. ഇതൊക്കെ ആയതുകൊണ്ട് ആ പേരും പറഞ്ഞ് എല്ലാവരും ഒന്ന് സോപ്പിട്ട് കുറച്ചൊക്കെ ഫാമിലീനൊക്കെ ഉൾപ്പെടുത്തി എൻ്റെ ആ ഒരു ഈദ് ഡേ, ബ്യൂട്ടിഫുൾ ഡേ ഞാൻ നിങ്ങളെ മുന്നിൽ കാണിക്കാനൊക്കെ ഇന്ന് പ്ലാൻ. അങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് യൂട്യൂബിലിട്ട സമയത്താണ് എനിക്ക് ആ ഒരു പ്രശ്നം, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ ഒരു വീഡിയോ യൂട്യൂബ് എടുത്ത് റിമൂവ് ചെയ്തിരിക്കുന്നു. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുന്നു, എന്തിനായിരിക്കും യൂട്യൂബ് അവിടെ പറയുന്നുണ്ട് യൂട്യൂബിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷന് എതിരായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ചാനലിൽ വന്നു. വിത്ത് എ ഫ്യൂ മിനിറ്റ്സ് കേട്ടോ, അത്ര എടുത്തുണ്ടാവുള്ളൂ. എനിക്ക് തോന്നുക ഞാൻ ആ വീഡിയോ ഇട്ടു, അപ്പം തന്നെ യൂട്യൂബ് അതിനെ തൂക്കി. അതായത് യൂട്യൂബിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഞാൻ ആ വീഡിയോ അരിച്ചു പൊറുക്കി നോക്കിയിട്ടാണ്. ഞാൻ നോക്കുമ്പോൾ വിത്ര് കൊടുക്കുന്നതുണ്ട്, അതുപോലെ മൈലാഞ്ചി ഇടുന്നത്, അങ്ങനത്തെ കുറച്ച് ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് ഒക്കെയാണ്. പിന്നെ അതുപോലെ നെക്സ്റ്റ് ഡേ. അപ്പം ഞാനിങ്ങനെ നോക്കിയ സമയത്ത് അതിൽ കുറച്ചൊരു ഡേഞ്ചറസ് ആയി തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കുട്ടികളൊരു ബൈക്കുണ്ട്, അത് റൈഡ് ചെയ്യുന്ന കുട്ടികൾ ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നില്ല. അപ്പം മേ ബി അതായിരിക്കാം. ഞാൻ ഒരു ബൈക്ക് മറ്റേ പെട്രോളൊക്കെ ഒഴിച്ചിട്ട് ഭയങ്കര ശബ്ദത്തിൽ ഉണ്ടാക്കുന്ന ഒരു ബൈക്ക് ഉണ്ടല്ലോ, ആ ഒരു വിഷ്വൽസ് ആയിരിക്കാം ചിലപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ തൂക്കാൻ കാരണം. ഇതുപോലെ മൂത്തവൻ്റെ വീട്ടിലൊക്കെ പോയപ്പോൾ അവിടെ പേരക്കുട്ടികളെല്ലാവരും പാടെ ഇങ്ങനെ ഓടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആശയൊക്കെ പെട്രോൾ ഒഴിച്ച് കൊടുക്കുന്നതും കുട്ടികളെ ഓടിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ആ ബൈക്ക് ലോക്ക് ചെയ്ത ബൈക്കൊക്കെയാണ് കേട്ടോ. ആക്സിലേറ്ററിന് ലോക്കൊക്കെ ഉണ്ട്, അപ്പോൾ അധികം സ്പീഡിൽ പോകുന്നില്ല. പക്ഷേ എങ്കിലും നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അവിടെ എഴുതി കാണിക്കണമല്ലോ അല്ലേ, ഹെൽമെറ്റ് ധരിക്കണം, സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കണം എന്നുള്ളത് എഴുതി കാണിക്കണം. അങ്ങനെ എഴുതി കാണിക്കാത്തത് കൊണ്ടായിരിക്കാം അവർ പക്ഷേ എൻ്റെ വീഡിയോ തന്നെ തൂക്കിയത്. എന്തായാലും ആ ഒരു ബ്യൂട്ടിഫുൾ വ്ളോഗ് എനിക്ക് മിസ്സായി. ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിനെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ വിടുന്നുണ്ട്, അതായത് ഷോർട്ടിലൂടെ. കാരണം പെരുന്നാളിൻ്റെ ആ ഒരു മൂഡിൽ നിന്നല്ല ആ ഒരു ചേഞ്ച് ആയില്ലേ. സോ ഇനിയിപ്പോൾ ആ ഒരു വ്ളോഗ് ഒരു ഭംഗി ഉണ്ടാവില്ല, അതിൻ്റെ ഒരു സമയം കഴിഞ്ഞു എന്നൊക്കെ എൻ്റെ മനസ്സ് തോന്നിയോണ്ട് അതിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ സ്പീഡിൽ പാട്ടൊക്കെ വെച്ചിട്ടും ഒക്കെ ആയിട്ട് എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ ഷോർട്ടിലൂടെ ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുന്നു. കാരണം വളരെ കഷ്ടപ്പെടുത്തിട്ട വീഡിയോസാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിലും ഇനി ഇങ്ങനത്തെ വീഡിയോസൊക്കെ വിടുമ്പോൾ, അതായത് നമ്മൾ മദ്യം കഴിക്കുമ്പോൾ ലഹരി ആരോഗ്യത്തിന് ഹാനികരാണ് എന്നുള്ള എഴുതി കാണിക്കല്ലോ. നമ്മൾ ഈ വീഡിയോസ് കാണുമ്പോൾ അവിടെ ഇങ്ങനെ സൈഡിലൊക്കെ എഴുതി കാണിക്കില്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരെ യൂട്യൂബ് വളരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പറയുമ്പോൾ ഞാൻ എൻ്റെ ഈ പരസ്പരം കൂട്ടാക്കാം, അല്ലെങ്കിൽ 24 മണിക്കൂർ കഴിഞ്ഞിട്ട് വരാം, ഇങ്ങനെയൊക്കെ പറയുന്ന യൂട്യൂബിൽ വീഡിയോസ് ഇടുന്ന ആളുകളുണ്ടായിരിക്കും അല്ലേ. അതായത് സബ് അടിച്ച് സബ്സ്ക്രിപ്ഷൻ കൂട്ടുന്നവരൊക്കെ ഉണ്ടായിരിക്കും അല്ലേ, പുതിയ യൂട്യൂബേഴ്സ് അല്ലേ. എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്ത് കമൻ്റ് ഇടുന്നവർക്കൊക്കെ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യാം, ഇങ്ങനെയൊക്കെ പറയുന്ന പുതിയ ആളുകളുണ്ടാവും കയറി വരുന്നവർ. അപ്പോൾ ഇവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതെല്ലാം യൂട്യൂബ് കാണുന്നുണ്ട് ഗൈസ്. ഇപ്പം തന്നെ നമുക്ക് ഒരാൾക്ക് നമ്മൾ സബ്സ്ക്രിപ്ഷൻ തന്നു, അപ്പം തന്നെ നമ്മൾ തിരിച്ചു കൊടുത്താൽ എന്തായാലും യൂട്യൂബ് വെക്കും.
യൂട്യൂബ് എന്തായാലും ഒരു 5-6 സബ്സ്ക്രിപ്ഷനൊക്കെ താഴോട്ട് വരും. എനിക്കങ്ങനെ പറ്റിയിട്ടുണ്ട് കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ വളരെ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ആയിരുന്നു. പിന്നെ ഞാൻ ഇതുപോലെ ഈ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ക്ലാസ് എടുത്തിരുന്ന ഓരോരുത്തർ ഇത് കാണുമ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെ കിട്ടാൻ പാടില്ല, എടുക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ സബ് കൊടുക്കാതായി. പിന്നെ 24 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേങ്കിലും എല്ലാം യൂട്യൂബ് കാണുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്ത് ഇങ്ങനത്തെ ഇതൊന്നും ഉണ്ടാവരുത്. നമ്മളെ കണ്ടന്റ് ഇഷ്ടപ്പെട്ട് നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് പതുക്കെ പതുക്കെ നമുക്ക് സബ്സ്ക്രിപ്ഷനൊക്കെ കൂടും. അപ്പം അങ്ങനെ മതി. അപ്പോൾ അല്ലാതെ നിങ്ങളിങ്ങനെ ചെയ്യുന്നത് എല്ലാം യൂട്യൂബ് കാണുന്നുണ്ട്. കാരണം ഞാൻ ശരിക്കും ഷോക്കം കാരണം എന്താ അറിയോ, നമ്മൾ ആ ഒരു വീഡിയോ ഇട്ട് ഫ്യൂ മിനിറ്റ്സ് ഓർ സെക്കൻഡ്സ് അത്രേ ആയിട്ടുള്ളൂ. അപ്പോഴേക്ക് യൂട്യൂബ് അതങ്ങ് തൂക്കി. അപ്പോൾ യൂട്യൂബ് അപ്പോഴേക്കും അത് ഫുള്ള് സ്കാൻ ചെയ്തു. ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ സ്കാനിങ് ഒക്കെ നടക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അത്രയും ടെക്നിക്കൽ പരമായിട്ട് യൂട്യൂബ് അത്രയും വേറെ ലെവലാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ പോയിട്ട് ഇങ്ങനെ സബ്ബൊക്കെ അടിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ യൂട്യൂബിന് മനസ്സിലാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെ ചാനലിനെ വളരെ ദോഷകരമായിട്ട് ബാധിക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. മാക്സിമം നമ്മളെ കോണ്ടന്റിൽ ഫോക്കസ് ചെയ്യുക. നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്യാം. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊക്കെ പറഞ്ഞാൽ വളരെ പരിമിതികളുണ്ട്. നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അങ്ങോട്ട് പറ്റുന്നില്ല. കാരണം ഫാമിലിനെ കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഫാമിലി വ്ളോഗും കാര്യങ്ങൾ ചെയ്യാൻ വയ്യ. എന്നാൽ പുറത്തോട്ട് പോയിട്ട് കാര്യങ്ങൾ ചെയ്യാനാണെങ്കിൽ മോനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ എത്ര പ്രതീക്ഷിക്കുന്നുള്ളൂ പതുക്കെ എൻ്റെ ചാനൽ സെറ്റാക്കണമെന്ന്. അപ്പോൾ പുതിയ യൂട്യൂബേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, മാക്സിമം ഓരോ ദിവസവും നിങ്ങളെ ചാനൽ ബെറ്റർ ആക്കാൻ വേണ്ടി നല്ല നല്ല വീഡിയോസൊക്കെ ഇടാൻ വേണ്ടി ശ്രമിക്കാം. എൻ്റെ ചാനലിനെ പോലെ മുരടിച്ചൊന്നും പോവാതെ ഇരിക്കുക. എന്നെ പോലെ ഇതുപോലെ ഇങ്ങനത്തെ ടെക്നിക്കൽ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ പണി മേടിക്കാതെ ഇരിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ല യൂട്യൂബേഴ്സ് ആവാനുള്ള എല്ലാവിധ വിശ്വാസങ്ങളും. ബൈ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, മറ്റു വീഡിയോസൊക്കെ ഒന്ന് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കൂടെ കൂട്ടിക്കോ.